നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നും CPM-കാരുടെ നോട്ടപ്പുള്ളി തന്നെയായിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ സൈബർ സഖാക്കൾ മോങ്ങുന്നത് എടാ വിജയ എന്ന് വിളിച്ചതിൻ്റെ അന്ന് നിന്നെ ഞങ്ങൾ നോട്ടമിട്ടതാണ് എന്നാണ്. എടോ വിജയ എന്നാണ് രാഹുൽ വിളിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. അതെന്തോ ആയിക്കോട്ടെ, പൊതിച്ചോറിനെ കളിയാക്കിയെന്നാണ് DYFI-കാരുടെ രോദനം. അതുകൊണ്ടാണ് അവർ രാഹുലിൻ്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയപ്പോൾ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചതത്രേ. എന്തായാലും CPM-കാരുടെയും DYFI-കാരുടെയും SFI-കാരുടെയും മനുഷ്യത്വത്തെയും മാനുഷിക മൂല്യങ്ങളെയും കുറിച്ചൊന്നും പറയാതിരിക്കുകയാണ് ഭേദം. എനിക്ക് പറയാനുള്ളത് അതല്ല. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇവറ്റകൾ നോട്ടമിട്ടിരുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അതേക്കുറിച്ച് പറയാം. ഇതിന് ആമുഖമായി ഒരു കാര്യം കൂടി. ഇവരുടെ അടുത്ത ഇരകളാകാൻ പോകുന്ന 2 പേരുണ്ട്. ഒന്ന് ഷാഫി പറമ്പിൽ MP, 2 അബിൻ വർക്കി. ആദ്യം ഷാഫി പറമ്പിലേക്ക് വരാം. 3 മാസങ്ങൾക്ക് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗികാരോപണം ഉയർന്നതിനു ശേഷം സൈബർ കമ്മികൾ ബോധപൂർവം ഒരാളുടെ പേര് ഇതിനിടയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്നു. ഷാഫി പറമ്പിലും രാഹുലും തമ്മിൽ കൂട്ടുകച്ചവടമാണെന്നും പല കാര്യങ്ങളിലും ഷാഫി രാഹുലിൻ്റെ ഹെഡ് മാസ്റ്റർ ആണെന്നുമായിരുന്നു CPM-ന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ആരോപിച്ചത്. പലരെയും കണ്ടാൽ ബാംഗ്ലൂരിലേക്ക് ക്ഷണിക്കുകയാണെന്നും ഷാഫിക്കെതിരെ നിരവധി ആരോപണങ്ങളുണ്ടെന്നും അതെല്ലാം പിന്നീട് പുറത്തുവിടുമെന്നുമാണ് അയാൾ ആരോപിച്ചത്. അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: നേതാക്കൾ പേടിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, രാഹുലിനെ MLA ആക്കാൻ പത്തനംതിട്ടയിൽ നിന്ന് കൊണ്ടുവന്നത് ഷാഫിയാണ്. രാഹുലിൻ്റെ ഹെഡ്മാഷാണ് ഷാഫി. ഷാഫി പറമ്പിലിനെ വെല്ലുവിളിക്കുകയാണ്. രാഹുലിനോട് രാജിവെക്കാൻ പറയാൻ ഷാഫി തയ്യാറാകില്ല. ഈ കാര്യത്തിൽ ഇരുവരും കൂട്ടുകച്ചവടമാണ്. പരസ്യമായി ചില ആളുകളെ കാണുമ്പോൾ നേരിട്ട് ചോദിക്കുകയാണ്. ഞാൻ അതൊന്നും ഇപ്പോൾ പറയുന്നില്ല. ഞങ്ങൾക്ക് അതിശയം തോന്നുന്നു, ആലോചിക്കാൻ പോലും സാധിക്കുന്നില്ല. നേരിട്ട് ഒരാളെ കണ്ടാൽ എന്നാൽ പിന്നെ ബാംഗ്ലൂരിലേക്ക് ട്രിപ്പ് അടിക്കാം എന്നാണ് ഷാഫി ചോദിക്കുന്നത്. ഈ ഹെഡ്മാഷ് പിന്നെ രാഹുലിനെതിരെ എന്തെങ്കിലും പറയുമോ? ഇങ്ങനെയൊക്കെയാണ് അന്ന് സുരേഷ് ബാബു ആരോപിച്ചത്. എന്നാൽ സുരേഷ് ബാബുവിൻ്റെ ഈ ആരോപണത്തെ CPM നേതാക്കൾ പോലും പിന്തുണച്ചില്ല എന്നുള്ളത് വേറെ കാര്യം. ഇതിൽ കൂട്ടി വായിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അന്ന് സുരേഷ് ബാബു ആരോപിച്ച കാര്യങ്ങളുടെ ഒരേകദേശ രൂപമാണ് മിനിഞ്ഞാന്ന് KPCC സാംസ്കാരിക സാഹിതി ജനറൽ സെക്രട്ടറി എന്ന് പറയപ്പെടുന്ന MA ഷഹനാസ് എന്നൊരു സ്ത്രീ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി രാഹുലിനും ഷാഫിക്കുമെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. സുരേഷ് ബാബുവിൻ്റെ ആരോപണങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആരോപണങ്ങളാണ് ആ സ്ത്രീയും ആരോപിച്ചത്. രാഹുലിനെ സംരക്ഷിക്കുന്നത് ഷാഫിയാണെന്ന തരത്തിലാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഈ കാര്യങ്ങൾ 3 മാസങ്ങൾക്ക് മുൻപ് സുരേഷ് ബാബു പറയണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തായിരിക്കാം? സ്വാഭാവികമായി ചിന്തിച്ചു നോക്കൂ. സ്വന്തം പാർട്ടിയിലുള്ള ഒരാൾക്കെതിരെ ഇത്തരം രൂക്ഷമായ ആരോപണങ്ങളും പരാതികളും ഉയർന്നു വരികയും അയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാനിരിക്കുകയും ചെയ്യുമ്പോൾ ആരെങ്കിലും ഈ ഷഹനാസിനെ പോലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമോ? ഒന്നാമത്, തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി കഷ്ടിച്ച് ഒരാഴ്ച മാത്രമാണുള്ളത്. ഒരാഴ്ചയുമില്ല, ഒരു 4 ദിവസം മാത്രമാണുള്ളത്. രണ്ടാമത്, പാർട്ടി വല്ലാത്ത പ്രതിസന്ധിയിലാണ്. ഡൽഹിയിൽ പോയി കർഷക സമരത്തിൽ പങ്കെടുത്ത് മടങ്ങി വന്ന തനിക്ക് നമുക്ക് ഒന്നിച്ച് ഡൽഹിയിൽ പോകാമോ എന്ന് രാഹുൽ ചോദിച്ചെന്നും താൻ അതിന് തൻ്റേതായ മറുപടി കൊടുത്തെന്നുമാണ് ഇവർ പറയുന്നത്. അതവിടെ കഴിഞ്ഞില്ലേ? ഇത്തരമൊരു നിർണായക ഘട്ടത്തിൽ ആരെങ്കിലും ഇതുപോലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് പറയുമോ എന്ന് ചിന്തിക്കുക. ഇവിടെ പ്രതിരോധത്തിലാകുന്നത് രാഹുലിനേക്കാൾ പാർട്ടിയാണ് എന്നുകൂടി ഓർക്കണം. ഇനി വേറൊരു കാര്യം, ഷഹനാസിൻ്റെ അടുത്ത ആരോപണം ഷാഫിയെക്കുറിച്ചാണ്. രാഹുലിനെ കുറിച്ച് പരാതി പറഞ്ഞപ്പോൾ ഷാഫി മൗനം പാലിച്ചു എന്നാണ് ഷഹനാസ് ആരോപിക്കുന്നത്. ഇനിയിപ്പോൾ ഷഹനാസ് പരാതി പറഞ്ഞെന്ന് കരുതി ഷാഫി മുതലക്കുളത്തിന് ചുറ്റും 4-5 റൗണ്ട് ഓടണോ എന്നറിയില്ല. ഒന്നും മിണ്ടാതെ നിൽക്കാനുള്ള അവകാശവും അയാൾക്കില്ലേ? അതായത് അക്ഷരാർത്ഥത്തിൽ പാർട്ടിയെ തന്നെ വെട്ടിലാക്കുകയായിരുന്നു ഷഹനാസ്. കോൺഗ്രസ് നേതാക്കൾ സ്ത്രീ പീഡകരെ സംരക്ഷിക്കുന്ന പാർട്ടിയാണെന്നുള്ള ആരോപണം ഉന്നയിക്കാനുള്ള ആയുധം മൂർച്ച കൂട്ടി ഷഹനാസ് CPM-കാർക്ക് എറിഞ്ഞു കൊടുക്കുകയായിരുന്നു ചെയ്തത്. ഇനി വരും ദിവസങ്ങളിൽ ഷഹനാസ് CPM-ലേക്ക് എത്തിയാലും അത്ഭുതപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. പാലക്കാട് നിന്നാണ് ഷാഫി വടകരയിലേക്ക് വന്ന് സീസറമ്മ KK ശൈലജയെ തോൽപ്പിച്ചത്. അതും 1,14,506 വോട്ടുകൾ നേടി. LDF-ന്റെ ഉരുക്കുകോട്ടയായ തലശ്ശേരിയിലും കൂത്തുപറമ്പിലും പേരാമ്പ്രയിലും വരെ ഷാഫി കരുത്തു കാട്ടി. പാലക്കാട്ട് നിന്ന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വോട്ടർമാർ ഷാഫിയെ യാത്ര അയച്ചത് എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. വടകരയിലും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഷാഫി ജനങ്ങളുടെ മനസ്സിൽ കടന്നുകയറി. പാനൂർ ബോംബ് സ്ഫോടനവും ശൈലജയ്ക്കെതിരായ വ്യക്തി അധിക്ഷേപവും അശ്ലീല വീഡിയോ ആരോപണവും പിന്നീട് ആ ആരോപണത്തിൽ നിന്നുള്ള പിന്മാറ്റവും കാഫിർ വാട്സാപ്പ് സ്ക്രീൻഷോട്ടും അടക്കമുള്ള കള്ളത്തരങ്ങൾ CPM വടകരയിൽ പയറ്റി. എന്നിട്ടും സീസറമ്മ നിലം തൊട്ടില്ല. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴും ഷാഫിക്കെതിരെ ആരോപണങ്ങൾ കൊണ്ടുവന്ന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെതിരെ ആയുധമാക്കാൻ മുൻകൂട്ടി വിത്തെറിയുകയാണ് CPM. ഇനിയുള്ളത് യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറിയായ അബിൻ വർക്കിയാണ്. അദ്ദേഹത്തെയും ഒതുക്കും. മുമ്പ് മാത്യു കുഴൽനാടൻ ഉണ്ടായിരുന്നു. സർക്കാരിനെതിരെയും പിണറായി വിജയനെതിരെയും ചാനൽ ചർച്ചകളിൽ അടക്കം പ്രതിരോധിച്ചയാളാണ് മാത്യു കുഴൽനാടൻ. അബിൻ വർക്കിയും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും മാത്യു കുഴൽനാടനുമൊക്കെ CPM-ന്റെ കണ്ണിലെ കരടാകുന്നത് എന്തുകൊണ്ടാണ്? കോൺഗ്രസിലെ എടുത്തു പറയാവുന്ന ജനപ്രീതിയുള്ളവരാണ് ഇവരൊക്കെ.
ചാനൽ ചർച്ചകളിലൊക്കെ CPM-ന് വേണ്ടി കോമാളി വേഷം കെട്ടിയെത്തുന്ന ജയിക്കിനെയും അനിൽകുമാറിനെയും ജയരാജനെയും ഒക്കെ ഒടിച്ചു മടക്കിയിരുത്തുന്ന തരത്തിലുള്ള വാദങ്ങൾ അവർ നിരത്തും. അത് സാധാരണക്കാരായ ആളുകൾക്ക് പോലും മനസ്സിലാവുകയും ചെയ്യും. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ചെയ്തികളെ ഞാൻ ന്യായീകരിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഒരു നിയമ സംവിധാനമുള്ളപ്പോൾ അത് CPM-ഓ മറ്റാരെങ്കിലുമോ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. CPM-ന് ആരുടെയും ഒരു തെറ്റുകളെയും ചൂണ്ടിക്കാണിക്കാനോ വിമർശിക്കാനോ ഉള്ള അവകാശമില്ല. കാരണം സകല കൊള്ളരുതായ്മകളുടെയും കുറ്റകൃത്യങ്ങളുടെയും മൊത്ത കച്ചവടക്കാരാണ് അവർ. കള്ളക്കേസെടുത്തും കള്ളത്തരം പ്രചരിപ്പിച്ചും കൈകാര്യം ചെയ്തും എതിർക്കുന്നവരെ വരുതിയിലാക്കുന്ന രീതിയാണ് CPM-ന് എപ്പോഴുമുള്ളത്, എന്നുമുള്ളത്. ഇനിയുള്ള ദിവസങ്ങളിൽ ഷാഫിക്കെതിരെയുള്ള ആരോപണങ്ങളും കുപ്രചരണങ്ങളും രൂക്ഷമാക്കും അന്തം കമ്മികൾ. അതിനുശേഷം നോട്ടമിടുന്നത് അബിൻ വർക്കിയായിരിക്കും. BRM ഷഫീർ പണ്ടേ ഇവന്മാരുടെ നോട്ടപ്പുള്ളിയാണ്. വീടും ഓഫീസും കോടതിയുമായി കഴിയുന്നതുകൊണ്ട് ഇതുവരെ ഷഫീറിനെതിരെ ആരോപണങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല കമ്മികൾക്ക്. ചെറുപ്പക്കാരെയെല്ലാം ഒതുക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിൽ പിന്നെയുള്ളതിൽ കൂടുതലും ഷഷ്ടി പൂർത്തി കഴിഞ്ഞവരാണ്. സമരമുഖങ്ങളിലും ചാനൽ ചർച്ചകളിലും ചെറുപ്പക്കാരായ നേതാക്കൾ ഉണ്ടാകില്ല. CPM ലക്ഷ്യമിടുന്നതും അതുതന്നെയാണ്. ഒരു കാര്യം ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ചു പറയുന്നു, CPM നേതാവാകാനുള്ള യോഗ്യത രാഹുൽ മാങ്കൂട്ടത്തിൽ നേടിക്കഴിഞ്ഞു. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ രാഹുലിന് ഇനി അഭയം CPM മാത്രമാണ്. BJP തങ്ങളുടെ 7 അയൽപ്പക്കത്ത് പോലും രാഹുലിനെ അടുപ്പിക്കില്ല. പക്ഷേ CPM 2 കൈയും നീട്ടി സ്വീകരിക്കും. 2 പീഡന പരാതികളും ഒരു അവിഹിത ഗർഭവും DNA പരിശോധനാ ഫലം അട്ടിമറിക്കുകയും ചെയ്ത തിരുവല്ലയിലെ പ്രാദേശിക നേതാവ് CC സജിമോനെ തിരികെ എടുത്ത CPM-ന് എന്ത് ധാർമ്മികത! 2 ലൈംഗിക പീഡന കേസുകളിൽപ്പെട്ട് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കിയ P ശശിയെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി അവരോധിച്ചിരിക്കുന്ന CPM-ന് എന്ത് ധാർമ്മികത! രാഹുലിനെ പാർട്ടിയിലേക്ക് എടുത്താലും ഉളുപ്പില്ലാതെ ഇവർ ന്യായീകരിക്കും. അത് കാണാൻ ഒരുപാട് കാലമൊന്നും കാത്തിരിക്കേണ്ട. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനി ഒരുപാട് കാലമൊന്നും കേരളത്തിൽ ഉണ്ടാവില്ലല്ലോ.